ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഹാൻഡ് മെയ്ഡ് ക്രിയേഷൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത വീഡിയോയിൽ നമുക്ക് ഫ്രെയിം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാമെന്ന്. അപ്പോൾ ഞാനിതിലും റണ്ണിങ് സ്റ്റിച്ചാണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു സ്റ്റിച്ചല്ല കേട്ടോ, 4 എണ്ണം വേറെ 4 റണ്ണിങ് സ്റ്റിച്ചും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് ആദ്യം ഒരു സിംഗിൾ ലൈൻ കൊടുക്കുകയാണ്. അതിനുശേഷം 1 സെൻറ്റിമീറ്റർ അകലത്തിൽ വീണ്ടും ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കുകയാണ്. അത് രണ്ടാമത്തെ സ്റ്റിച്ചിനായിട്ടുള്ള രണ്ടാമത്തെ ലൈനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1 സെൻറ്റിമീറ്റർ അകലത്തിൽ വീണ്ടും ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. അത് മൂന്നാമത്തെ സ്റ്റിച്ചിനായിട്ടാണ്. മൂന്നാമത്തെ സ്റ്റിച്ചിനായിട്ട് നമുക്ക് 2 ലൈൻ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു 0.7 അല്ലെങ്കിൽ 0.6 ഒക്കെ ഗ്യാപ്പിൽ നമുക്ക് ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 0.6 ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ആദ്യം 1 സെൻറ്റിമീറ്റർ അകലത്തിലെടുക്കുക. അതിനുശേഷം ഒരു 0.6 കൂടെ പോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചെടുക്കുക കേട്ടോ. ഇത് ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ മൂന്നാമത്തെ സ്റ്റിച്ചിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത് 4ാമത്തെ സ്റ്റിച്ചിനായിട്ട് വീണ്ടും 1 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ അതാ നമ്മൾ 1 സെൻറ്റിമീറ്റർ അകലത്തിൽ വെച്ച് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി 0.7 വീതം 2 ലൈൻ വരയ്ക്കണം. അതിനായിട്ട് 0.7 അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി 2 ലൈൻ വരയ്ക്കണം കേട്ടോ. അപ്പോൾ 4ാമത്തെ സ്റ്റിച്ചിനായിട്ട് മൊത്തം 3 ലൈൻ വേണം. അപ്പോൾ ആദ്യത്തേത് 2ഉം 1 ലൈനും, മൂന്നാമത്തേന് 2 ലൈനും, 4ാമത്തേന് 3 ലൈനും വേണം. അപ്പോൾ നമ്മൾ ലൈനെല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രെയിം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം തുണി നന്നായിട്ട് അമർത്തി വലിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സൂചിയിൽ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഫ്രെയിമിൻ്റെ താഴെ കൂടി സൂചി മുകളിലേക്ക് കുത്തിയെടുക്കാം. എന്നിട്ട് ഒരു ചെറിയൊരു അകലത്തിൽ താഴേക്ക് സൂചി കുത്തിയിറക്കാം കേട്ടോ. അതിനുശേഷം നമുക്കൊരു ചെറിയൊരു സ്പേസ് ഇട്ട് കൊടുത്തിട്ട് മുകളിലേക്ക് സൂചി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇട്ട സ്റ്റിച്ചിൻ്റെ പകുതിയോ അല്ലെങ്കിൽ അതിൽ കുറവോ മാത്രമേ എടുക്കാവൂ. അത്രയും സ്പേസ് എടുത്തിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും സ്പേസ് എടുത്തിട്ട് മുകളിലേക്ക് സൂചി കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ നീളം എത്രയാണോ അത്രയും അളവിൽ തന്നെ, കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ സൂചി താഴേക്ക് കുത്തിയെടുക്കുക. അതേ സ്പേസിൽ തന്നെ വീണ്ടും നമ്മൾ സ്പേസ് എടുത്ത് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതാണ് റണ്ണിങ് സ്റ്റിച്ച്. അതായത് ഓരോ സ്റ്റിച്ചും ഒരേ അളവ് സ്പേസ് കൊടുക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്പേസ്, സ്റ്റിച്ച് ചെയ്ത ആ ഒരു നീളമുണ്ടല്ലോ അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ അതിൽ കുറവും എടുത്തിട്ട് വേണം സ്പേസ് കൊടുക്കാനായിട്ട്. എല്ലാ സ്റ്റിച്ചും ഒരേ അകലത്തിലായിരിക്കണം, എല്ലാ സ്പേസും ഒരേ അകലത്തിലായിരിക്കണം. അങ്ങനെ വേണം റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ അതാ ഞാനിവിടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും നല്ല നീളത്തിൽ ലൈൻ വരച്ചിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം കേട്ടോ. എന്നാലേ നന്നായിട്ട് കൈ വഴങ്ങി നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. കെട്ടിടുന്നത് ഇങ്ങനെയാണ്. മുന്നത്തെ ആ ഒരു സ്റ്റിച്ച് കൊടുത്തിരിക്കുന്ന അതിൽ കൂടി സൂചി കയറ്റിയതിന് ശേഷം ഒരു റൗണ്ട് പോലെ ആക്കിയിട്ട് അതിൻ്റെ താഴെ കൂടി കുത്തി മുകളിലേക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ അവിടെ നോട്ട് വീഴും. ഇനി നൂല് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ആ സ്റ്റിച്ച് ചെയ്യുന്നതിന് നമ്മൾ വീണ്ടും റണ്ണിങ് സ്റ്റിച്ച് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് അവിടെയും റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ്. എന്നിട്ട് താഴേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ അളവിൽ തന്നെ, അതായത് കൊടുത്ത സ്റ്റിച്ചിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ആദ്യം ചെയ്ത അതേ സ്റ്റിച്ചിൻ്റെ അളവിൽ തന്നെ അടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ സൂചിയൊക്കെ എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സ്റ്റിച്ച് വിപ്പിഡ് സ്റ്റിച്ചാണ് കേട്ടോ. വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മളിവിടെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ കൂടി, അതായത് നടുക്കൂടി നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് സൂചി കുത്തിയെടുക്കുകയാണ്. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിൻ്റെ അകത്തേക്ക് കൂടി എടുത്ത് താഴേക്ക് കൊണ്ടുവരാം. പിന്നെ അടുത്ത സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക്, പിന്നെ അടുത്ത സ്റ്റിച്ചിൻ്റെ നടുക്കിൽ കൂടി താഴേക്ക്, അങ്ങനെ കൊടുക്കാം കേട്ടോ. ഇതാണ് വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച്. കൊണ്ടുവന്നിട്ട് താഴേക്ക് കുത്തിയെടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തായി കാണിക്കുന്നത് റണ്ണിങ് ഇൻ്റർലേസിങ് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് 2 ലൈൻസിലും റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം 2 ലൈനിലും റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ലൈൻസിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരേ അളവിൽ തന്നെ ആയിരിക്കും കേട്ടോ മുകളിലും താഴെയും വരേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ലൈൻ ചെയ്യാൻ, ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ സ്റ്റിച്ച് ഇതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് വേറൊരു കളറ് ത്രെഡ് എടുക്കുക. അതിനുശേഷം ആദ്യം ചെയ്ത ഫസ്റ്റത്തെ ലൈനിൻ്റെ സെൻറ്ററിൽ കൂടി താഴെ നിന്നും മുകളിലേക്ക് കുത്തിയെടുക്കാം കേട്ടോ, സ്റ്റിച്ചിൻ്റെ പകുതിക്ക്. എന്നിട്ട് മുകളിലത്തെ ലൈൻസിലെ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ കൂടി മുകളിലേക്ക് വലിച്ചെടുത്തതിന് ശേഷം ആ മുകളിലത്തെ ലൈനിൻ്റെ രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ കൂടി തന്നെ താഴത്തെ ലൈനിലെ രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലേക്ക് കുത്തി താഴേക്ക് ഇറക്കാം കേട്ടോ. ഇങ്ങനെ താഴ്ന്ന മുകളിലേക്കും ഇങ്ങനെ വലിച്ചടിച്ച് സൂചിയെ കടത്തിയെടുത്ത് കൊണ്ട് വന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതാ നമ്മൾ റണ്ണിങ് ഇൻ്റർലേസിങ് സ്റ്റിച്ചും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ലാസ്റ്റത്തെ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ കൂടി താഴേക്ക് എടുത്ത് കൊടുത്തിട്ട് നോട്ടിട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഈ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത സ്റ്റിച്ചിന് വീണ്ടും നമ്മൾ ആ 3 ലൈൻസിലും റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇത് ജാപ്പനീസ് റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനത് ഫസ്റ്റത്തെ ലൈനിൽ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആദ്യത്തെ ലൈനിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ലൈനിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ സ്പേസ് വരുന്ന ഭാഗത്തായിട്ട് സ്റ്റിച്ച് വരത്തക്ക രീതിക്ക് വേണം ചെയ്തെടുക്കാൻ കേട്ടോ. അതായത് ഇതുപോലെ ഇങ്ങനെ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി ഇത് ചെയ്യണത്, അടുത്ത് വേറൊരു കളർ നൂലെടുത്തതിന് ശേഷം ഈ ലൈൻസിൻ്റെ ഫസ്റ്റ് തുടങ്ങുന്ന ഭാഗത്തായിട്ട് കുത്തിയെടുക്കുക. അതിനുശേഷം താഴത്തെ ലൈനിലെ സ്റ്റിച്ചിൻ്റെ ആ ഒരു നൂല് കുത്തി ഒരു ഫസ്റ്റ് സ്റ്റിച്ച് ഇട്ടിട്ട് താഴേക്ക് കൊടുത്തിട്ടില്ലേ, ആ ഹോളിൻ്റെ അവിടെ തന്നെ കുത്തിയെടുക്കുക കേട്ടോ. അതിനുശേഷം താഴത്തെ ലൈനിലെ രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഫസ്റ്റത്തെ ആ ഹോളിൽ കൂടി കുത്തിയെടുത്തിട്ട് മുകളിലത്തെ സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്തെ സൈഡിലെ ഹോളിലേക്ക് കുത്തി ഇറക്കാം കേട്ടോ. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കി എടുക്കാം കേട്ടോ. ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ താഴെ മുകളിലും നൂലിൻ്റെ ആ ഒരു നേരത്തെ ചെയ്ത റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ആ ഒരു ഹോളിൽ കൂടി കടത്തി വിട്ടിട്ട് താഴെ മുകളിലും കൊടുത്ത് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്കിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുത്താൽ മാത്രം മതി. ചെയ്ത് പഴയ്ക്കാം കേട്ടോ. എപ്പോഴും നമ്മളിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ 4 സ്റ്റിച്ച്, റണ്ണിങ് സ്റ്റിച്ച്, വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച്, പിന്നെ റണ്ണിങ് ഇൻ്റർലേസിങ്, പിന്നെ വരുന്നത് റണ്ണിങ് ജാപ്പനീസ് സ്റ്റിച്ചാണ് കേട്ടോ. ഇത് 4ആണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത സ്റ്റിച്ചുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.